ദുരന്തമുഖത്ത് കേരളത്തിന്റെ പ്രതീക്ഷയാണ് ഈ ഹെലികോപ്റ്ററിലൂടെ പറന്നിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇത് തന്നെയാണ് M-17 എയർഫോഴ്സിന്റെ ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി യാത്ര ചെയ്യാറുള്ള M-17 ഹെലികോപ്റ്റർ പറന്നിറങ്ങുകയാണ്. ഈ ദുരന്തമുഖത്ത് കേരളത്തിന്റെ പ്രതീക്ഷയാണ്, ആശ്വാസ കിരണമാണ് ഈ ഹെലികോപ്റ്റർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി, ഒപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ഒപ്പം DGP ദർവേഷ് സാഹിബ്, ഇവർക്കൊപ്പം കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ, എയർഫോഴ്സിന്റെ M-17 ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ കയറിയ പ്രധാനമന്ത്രി നേരെ അദ്ദേഹം പോയത് ദുരന്തമുഖത്ത് ആകാശ നിരീക്ഷണത്തിനാണ്. ആകാശ നിരീക്ഷണ വേളയിൽ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വിശദീകരിച്ച് നൽകി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. ആദ്യം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വരുന്നു. അതിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ PMOയുടെ ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഹെലികോപ്റ്റർ എത്തുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഹെലികോപ്റ്റർ, പ്രധാനമന്ത്രിയുടെ M-17 ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ആ ഹെലികോപ്റ്ററിൻ്റെ ആകാശവേഗം തീർക്കുന്ന പങ്ക കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് എപ്പോഴാണോ ഷട്ട് ഡൗൺ ആവുന്നത് ഉടൻ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ക്ലിയറൻസോടുകൂടി പുറത്തേക്കിറങ്ങും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ, റവന്യൂ മന്ത്രി K രാജൻ, ഒപ്പം തന്നെ BJP നേതാക്കൾ, സ്ഥലം MLA T സിദ്ദിഖ്, ഇവരെല്ലാം തന്നെ ഹെലിപ്പാഡിൽ എത്തിയിട്ടുണ്ട്. അവരെ ലൈനപ്പ് ചെയ്തുകൊണ്ട് പ്രോട്ടോകോൾ ഓഫീസർ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രോട്ടോകോൾ ഓഫീസർ ഹരി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ലൈനപ്പ് നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൻ്റെ പങ്ക കറങ്ങുന്നത് അവസാനിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൻ്റെ വാതിൽ തുറക്കപ്പെടും. ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ റിംഗ് റൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുക. ഇപ്പോൾ നമുക്ക് കാണാം, സുരക്ഷാ ഉദ്യോഗസ്ഥർ റിംഗ് റൗണ്ട് തയ്യാറാക്കുന്നു. SPG കമാൻഡോസിന്റെ റിംഗ് റൗണ്ടിലൂടെ പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും. പിന്നീട് പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ സ്വീകരിക്കാനെത്തിയ ലൈനപ്പ് ചെയ്ത പാസ് നൽകിയ പ്രധാനികളെ, പ്രധാനപ്പെട്ടവരെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ അദ്ദേഹം കടന്നു നീങ്ങും. ഇപ്പോൾ ലൈനപ്പ് ചെയ്തിരിക്കുന്നു. ലൈനപ്പ് ചെയ്യുന്നതിൽ റവന്യൂ മന്ത്രി K രാജൻ, മറ്റു മന്ത്രിമാർ, ഒപ്പം തന്നെ വയനാട് കലക്ടർ, ഇതുകൂടാതെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ വയനാട് സർവൈലൻസിലാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി സുരക്ഷാ നിരീക്ഷണത്തിലാണ്. നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൻ്റെ വാതിൽ തുറന്നു. അവിടെ ചവിട്ടുപടി വെച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും. ആ ദൃശ്യങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നമ്മൾ. കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് ദുരന്തമുഖത്ത് പണമില്ലാതെ നട്ടം തിരിയുന്ന കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ. ഇനി ഈ ദുരന്തം നേരിട്ട് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി കേരളത്തിന് എന്ത് നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഹെലികോപ്റ്ററിന് അരികിലേക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കിയ നേതാക്കൾ ലൈനപ്പ് ചെയ്യുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഹെലികോപ്റ്ററിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. ചവിട്ടുപടി വെച്ച് കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും. നേതാക്കൾ സ്വീകരിക്കാനുള്ള മന്ത്രി ഉൾപ്പെടെയുള്ളവർ അടുത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് തത്സമയം. വിജയൻ. പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നു. SKMJ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നേരത്തെ ഹെലിപ്പാഡിൽ അനുവാദം നൽകിയിരുന്ന ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിമാരുണ്ട്, BJP നേതാക്കളുണ്ട്, കളക്ടറുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവർ പ്രധാനമന്ത്രിയെ റിസീവ് ചെയ്യുന്നതിനായി ഹെലിപ്പാഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും സംഘവും പുറത്തേക്ക് അല്പസമയത്തിനകം ഇറങ്ങും. നേരത്തെ സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ, രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആകാശ നിരീക്ഷണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇതിനോടകം പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കേരളത്തിലുള്ള നേതാക്കൾ, മുഖ്യമന്ത്രി, ഗവർണർ, അതുപോലെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കാര്യങ്ങൾ ഈ ആകാശ നിരീക്ഷണ ഘട്ടത്തിൽ വിശദീകരിച്ചു കൊടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. പ്രധാനമന്ത്രിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം നമുക്ക് ദൃശ്യങ്ങളിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം
SKMJ സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ഗവർണർ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം അവിടെ കൂടി നിന്ന BJP നേതാക്കൾ, സംസ്ഥാന മന്ത്രിമാർ, കളക്ടർ ഉദ്യോഗസ്ഥരടങ്ങുന്ന ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ അവരൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഇനി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം കൽപ്പറ്റയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ചൂരൽമലയിലേക്ക് തിരിക്കും. റോഡ് നേരത്തെ തന്നെ ഇതിനായി ക്ലിയർ ചെയ്തിരുന്നു. ചൂരൽമലയിൽ എത്തി അവിടുത്തെ അങ്ങാടി, ചൂരൽമലയിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ആ മേഖലയിൽ പ്രധാനമന്ത്രി ഇറങ്ങും. അവിടെയാണ് ആർമിയുടെ ബെയ്ലി പാലമുള്ളത്. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ആ ബെയ്ലി പാലത്തിലൂടെ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. കുറച്ചു ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിരികെ അദ്ദേഹം എത്തുന്നു. ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുന്നു. ആശുപത്രിയിലേക്കാണ് പോകുക. ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നു. കളക്ടറേറ്റിൽ അവലോകന യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്താണ് കേരളത്തിൻ്റെ ആവശ്യമെന്നത് സംബന്ധിച്ച് അവലോകന യോഗത്തിലായിരിക്കും മുഖ്യമന്ത്രിയും ഒരു നിവേദനം കൈമാറുക പ്രധാനമന്ത്രിക്ക്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2000 കോടിയുടെ ഒരു പുനരുദ്ധാരണ പാക്കേജ് ആദ്യഘട്ടത്തിൽ കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഏതാണ്ട് 350-ലധികം വീടുകൾ, പൊതു കെട്ടിടങ്ങൾ, സ്കൂളുകൾ ഉൾപ്പെടെ പൊതു കെട്ടിടങ്ങൾ, അതുപോലെ റോഡുകൾ, പാലങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. ഒരു ടൗൺഷിപ്പാണ് കേരളം അവിടെ ഉദ്ദേശിക്കുന്നത്, ഇനി പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ഉതകുന്ന തരത്തിൽ കേന്ദ്രത്തിൻ്റെ വളരെ കൈയച്ച സഹായം ഉണ്ടാകണമെന്നതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അത് തീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തി ആ നിലയിൽ ആ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തി അങ്ങനെ ഒരു സഹായമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത്രയും തീവ്രമല്ലാത്ത ദുരന്തമുണ്ടായ ചില മേഖലകളിൽ കേന്ദ്രം സഹായം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തെ ഈ ഘട്ടത്തിൽ കേന്ദ്രം സഹായിക്കണമെന്നതാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധ ഇതിനോടകം തന്നെ പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ കേന്ദ്ര സംഘം എത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ അതൊരു നിവേദനമായി തന്നെ കേരളത്തിൻ്റെ ആവശ്യമെന്ന നിലയിൽ കൈമാറിയിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ആ യാത്രാ സംഘം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൽപ്പറ്റയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ദീപക് ധർമ്മടം വിവരങ്ങൾ എത്തും. ദീപക്, ഇനിയിപ്പോൾ കൽപ്പറ്റയിലേക്ക് റോഡ് മാർഗം സംഘം നീങ്ങുന്നു അല്ലേ? ാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിയ പ്രധാനമന്ത്രി ഇവിടെയുള്ള വിശിഷ്ടാതിഥികളുമായി സംസാരിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ തന്നെ വാഹനത്തിലേക്ക് കയറും. പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറി നേരെ ആദ്യം ദുരന്തമുഖത്തേക്കാണ് പോകുന്നത്. ദുരന്തമുഖത്തേക്ക് ചൂരൽമല വിജയനറിയാവുന്നതാണ്. ഒരു പ്രദേശമാകമാനം ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലേക്ക് പെട്ട ആ ദുരന്ത മേഖലയിലേക്കാണ് ആദ്യം പ്രധാനമന്ത്രി പോകുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ നിന്നും പിന്നീട് SPG സുരക്ഷയോടുകൂടി അദ്ദേഹം കേരള പോലീസ് ഒരുക്കിയ ഇസൂസിലേക്ക് മാറുന്നു. നേരെ ആദ്യം ഹൈസ്കൂൾ ജംഗ്ഷൻ, ഒരു സ്കൂൾ ആകെ ഇല്ലാതായി മാറിയ ആ മേഖലയിലേക്കാണ് പ്രധാനമന്ത്രി പിന്നീട് നീങ്ങുക. അതിനുശേഷം അദ്ദേഹം ചൂരൽമലയിൽ ആർമി ചരിത്രം രചിച്ചുകൊണ്ടുണ്ടാക്കിയ ബെയ്ലി പാലത്തിലേക്ക് പോകും. ബെയ്ലി പാലത്തിൽ പ്രധാനമന്ത്രി നടന്നു നീങ്ങുമെന്നാണ് PMO അറിയിച്ചത്. പക്ഷേ SPG കനത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ചും രാജ്യത്തെ തന്നെ മാവോ ഡൊമിനേറ്റഡ് ഏരിയ എന്നുള്ളതിൽ ഹോട്ട്സ്പോട്ടാണ് ഈ വയനാടൻ മലകൾ. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം കൃത്യമായി ഉണ്ട് എന്ന് ഇന്റലിജൻസ് നിരീക്ഷണങ്ങളുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നടന്നു നീങ്ങാൻ പാടില്ല എന്നുള്ള നിയന്ത്രണമുണ്ട്. പക്ഷേ എന്നാലും ബെയ്ലി പാലത്തിലൂടെ കുറച്ചു നേരം നീങ്ങും. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് സേനാ മേധാവിമാരുമായി സംസാരിക്കും. NDRFിൻ്റെ DG ഡയറക്ടർ ജനറൽ പീയൂഷ് ഇവിടെ ഇന്നലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആർമിയുടെയും കേരള പോലീസിൻ്റെ SOG തുടങ്ങിയ ആദ്യ ഓപ്പറേഷൻ നടത്തിയവരെ പ്രധാനമന്ത്രി കാണും. അതായത് ബെയ്ലി പാലത്തിൽ മങ്കി റോപ്പിലൂടെ ആദ്യം കടന്നു നീങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയവരെ പ്രധാനമന്ത്രി നേരിട്ട് അഭിവാദ്യം ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നേരെ സെൻറ് ജോസഫ് സ്കൂളിലേക്ക് നീങ്ങും. അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരിക്കും പോവുക. ക്യാമ്പിലുള്ളവർ പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. നേരിട്ട് പിന്നീട് നീങ്ങുക വിംസ് ആശുപത്രിയിലാണ്. വിംസ് ആശുപത്രിയിൽ 7 ചികിത്സയിൽ കഴിയുന്നവർ പ്രധാനമന്ത്രിയെ കാണും. അതിലൊരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. പിന്നീട് പ്രധാനമന്ത്രി നേരെ നീങ്ങുന്നത് കൽപ്പറ്റയിലാണ്. കളക്ടറേറ്റിൽ അവലോകന യോഗം. ആ അവലോകന യോഗം ഒരുപക്ഷെ ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷയാണ്. ഈ ദുരന്തമുഖത്ത് നട്ടം തിരിയുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ആശ്വാസമായി L3-ലോ L4-ലോ സാങ്കേതിക ഘടകങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് കേന്ദ്രം എന്ത് സഹായം നൽകുമെന്നതിൻ്റെ സൂചനകൾ ലഭിക്കുക
നടക്കുക. ആ അവലോകന യോഗത്തിലായിരിക്കും ചീഫ് സെക്രട്ടറി ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ ഡോക്ടർ വി വേണു നിർവഹിക്കും. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിവേദനം നൽകും. ഇതാ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതാ എലിപ്പാഡിൽ നിന്നും നീങ്ങുകയാണ്. ഏറ്റവും ആദ്യം പ്രധാനമന്ത്രിയുടെ ക്രൂ ക്യാമറ ടീമാണ് ഏറ്റവും മുൻപിലുള്ളത്. തൊട്ടു പുറകിൽ തന്നെ SBGയുടെ കമാൻഡോകൾ. ഇതിനുശേഷം ഇതാ പ്രധാനമന്ത്രിയുടെ വാഹനം നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കമാൻഡോസ് പൂർണ്ണമായും അവരെ ആ വാഹനത്തെ പൂർണ്ണമായും റിംഗ് റൗണ്ട് തീർത്തുകൊണ്ട് ആ വാഹനത്തെ വളഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി വാഹനത്തിലേക്ക് കയറിയിട്ടില്ല. പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ ആ എലിപ്പാഡിൽ അവിടെ പ്രധാനമന്ത്രിയെ കാണാൻ സ്വീകരിക്കാൻ എത്തിയവരുമായി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം മുൻപോട്ട് നീങ്ങുന്നു. ഇതാ പ്രധാനമന്ത്രിയുടെ വാഹനം നീങ്ങുന്ന കാഴ്ചകളാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. കൽപ്പറ്റയിലെ എലിപ്പാഡിൽ നിന്നും ദുരന്തമുഖത്തേക്ക് കേരളത്തിൻ്റെ ദുരിതാശ്വാസം കേന്ദ്രം എന്ത് നൽകുമെന്നറിയാനുള്ള യാത്രയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം. ഇതാ ഒരുപാട് മനുഷ്യജീവനുകളെ ഒരു രാത്രിയിലെ ഉരുൾപൊട്ടലിൽ മണ്ണിലേക്ക് മറച്ചു കളഞ്ഞ ആ ദുരന്ത മുഖത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീങ്ങുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആ സംഘത്തിലുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ദുരന്ത മേഖലയിലേക്ക് എലിപ്പാഡിൽ നിന്നും നീങ്ങിക്കഴിഞ്ഞിരുന്നു. വാഹനവ്യൂഹം എലിപ്പാഡിന് പുറത്തേക്ക് കടന്നു. കൽപ്പറ്റയിലെ റോഡിലൂടെ ആദ്യം നീങ്ങുന്നത് ചൂരൽമല ആ ഭാഗത്തേക്കാണ്. സെൻറ് ജോസഫ് സ്കൂളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീങ്ങും. ഇതിനിടയിൽ തന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ആ ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ അവിടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും ADGP MR അജിത് കുമാറും വിശദീകരിക്കും. ഇതാ വാഹനവ്യൂഹം പുറത്തേക്ക് പൂർണ്ണമായും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ദുരന്തമുഖത്തേക്ക് നീങ്ങുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം. ഇതാ ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി നീങ്ങുന്നു. മണ്ണിനടിയിലേക്ക് ഒരു രാത്രിയിൽ ഒരുപാട് പേർ, നൂറുകണക്കിന് പേർ അകപ്പെട്ടുപോയ ദുരന്തമുഖത്ത് നേരത്തെ കച്ചിലെ ഭൂകമ്പ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഉത്തർഖണ്ഡിൽ നമ്മൾ കണ്ടതാണ്. ആ ദുരന്തമുഖത്തേക്കാണ്, അതുപോലുള്ള അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ ദുരന്തമുണ്ടാക്കിയ ദുരന്തമുഖത്തേക്കാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നീങ്ങുന്നത്. വാഹനവ്യൂഹത്തെ ഏറ്റവും അവസാനത്തെ ആംബുലൻസും കേരള സ്റ്റേറ്റിൻ്റെ സ്പെയർ വാഹനവും പോലീസ് വാഹനവും കൂടി എലിപ്പാഡിൽ നിന്നും പുറത്തേക്ക് കടന്നു കഴിഞ്ഞു. വിജയ.